അവിടുന്ന് 2 റക്അത്ത് നിസ്കരിക്കാൻ അനുവാദം ചോദിക്കുകയാ. പഠിച്ചവര് അവിടുന്ന് wuduവെടുത്തിട്ട് 2 റക്അത്ത് നമസ്കരിക്കുകയാണ്. പെട്ടെന്നാണ് നിസ്കരിച്ചത്. ചെറിയ സൂറത്താണ് ഓതിയത്. നിസ്കാരം കഴിഞ്ഞിട്ട് ഹുബൈബ് ഇരുന്ന് കരയുകയാ. സുജൂദിൽ കിടന്നിട്ട് അല്ലാഹുവോട് പറയുന്നു, അല്ലാ, ഞാൻ വലിയ സൂറത്തുകൾ ഓതിയിട്ടാ സാധാരണ നിസ്കരിക്കാറുള്ളത്. വലിയ സൂറത്തുകൾ ഓതിയിട്ട് നിസ്കരിക്കാറുള്ളൂ. ഇന്ന് ചെറിയ സൂറത്ത് ഓതാറുള്ള കാരണം എന്തെന്നറിയുവോ? എന്റെ പ്രിയപ്പെട്ടവരെ, നിസ്കരിക്കേണ്ടത് ഖുൽ ഹുവല്ലാഹ് ഓതിയിട്ടല്ല, സൂറത്തുൽ കൗസർ ഓതിയിട്ടല്ല. ഖുർആൻ ഓതാൻ അറിയാത്തവരുടെ കാര്യമല്ല. വാപ്പാ, വലിയ സൂറത്തുകൾ ഓതിയിട്ട് വേണം നിസ്കരിക്കാൻ. ഒറ്റയ്ക്ക് നമസ്കരിക്കുന്ന സമയത്ത് അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആനിൽ നിനക്കറിയുന്ന ഏറ്റവും വലിയ സൂറത്ത് ഓതിയിട്ട് നിസ്കരിക്കട്. ഇബ്നു അബ്ബാസ് തങ്ങൾ പറയുകയാ, ഏതെങ്കിലും ഒരു മനുഷ്യന്റെ നിസ്കാരം ദീർഘിപ്പിച്ചാൽ അല്ലാഹു അവന്റെ മരണം എളുപ്പമാക്കി കൊടുക്കുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ. പഠിച്ചവരെ, ഒരുപാട് കിടന്ന് സക്കറാത്തിന്റെ വരി വലിക്കണ്ട. 3-4 ദിവസം കിടന്ന് വലിക്കുന്നവരെ കാണാ. ഇപ്പൊ തീരുമെന്ന് പറഞ്ഞ് കുടുംബക്കാരെ മുഴുവനും ലീവ് എടുത്തിട്ട് വീടിന്റെ പരിസരത്തിൽ ഉറക്ക ഒഴിച്ചിട്ട് വന്ന് കാത്തു നിന്നിട്ട് മരിക്കാതെ വരുമ്പോ അവസാനം അവിടെ നിന്ന് വെറുപ്പോടെ ഇറങ്ങി പോകുന്ന രംഗം കാണുന്നവരല്ലേ. വാപ്പാ, നിനക്കറിയുന്ന, ചെറുപ്പക്കാരാ, നിനക്കറിയുന്ന ഖുർആനിലെ 114 അധ്യായങ്ങളിൽ ഏത് സൂറത്താണോ, ഏത് വലിയ സൂറത്താണോ നിനക്കറിയുന്നത്, അത് ഓതിയിട്ട് നിസ്കരിക്കുമോനെ, അത് ഓതിയിട്ട് നിസ്കരിക്കും പെങ്ങള്. അല്ലാഹു നിന്റെ മരണം എളുപ്പമാക്കി തരുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ